കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് മാതാപിതാക്കൾക്കും മറ്റു ഗുരുക്കന്മാർക്കൊക്കെ ആ നിലയിലുള്ള അനുസരണം അല്ലെങ്കിൽ അവരോടുള്ള ബന്ധത്തിൽ ആ നിലയിൽ കീഴ്പ്പെട്ടിരിക്കുവാൻ ആവശ്യമുണ്ട് എന്ന് നമുക്ക് പല വേദങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ சொல்லப்படும் பொழுது அவர்கள் பெற்றோருக்கு கீழ்ப்படிந்திருக்க வேண்டும், ஆசிரியர்களை கீழ்ப்படிந்திருக்க வேண்டும் என்றெல்லாம் மிக தெளிவாகவும் எழுதப்பட்டிருக்கிறது. ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ കീഴ്പ്പെട്ടിരിക്കുവാനായിട്ട് ആവശ്യമുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. நம்முடைய வாழ்க்கையிலும் கூட தேவன் இவனமாய் கீழ்ப்படிதலோடு வாழ வேண்டும் என்றும் சொல்லி நம்முடைய வாழ்க்கை குறித்தும் ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ലേവ്യരാഗം പുസ്തകം 19-ാം അധ്യായം 32-ാவது വചനത്തിലെ വാസിക്കിன்றோம். നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം, ഞാൻ യഹോവയാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. നരൈത്തവനുക്ക് മുൻപാக எழுந்து முதிர் வயதுள்ளவன் முகத்தை கனம் பண்ணி உன் தேவனுக்கு பயப்படுவாயாக நான் கர்த்தர் என்று சொல்கிறார். ഇന്ന് അതൊക്കെ വളരെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു.